ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി കൊണ്ട് 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അരി അരച്ച ഉടനെ തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 1.5 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്തിയിട്ട് എടുക്കണം. ഇതുപോലെ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ ഇതിലേക്ക് ടോട്ടൽ 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് പലഹാരം ഒരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളവും ഓയിലുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ വെളിച്ചെണ്ണയുടെയും വെള്ളത്തിൻ്റെയും മിക്സ് അതിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ കുഴിയിലും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ചെറിയ സ്പൂണിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് തന്നെ നമുക്ക് രാവിലെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കറിയൊന്നുമില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്